ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനൽ വെൽക്കം. ഇന്ന് ഞാൻ അക്വേറിയസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. ആൻഡ് വീഡിയോസിനെ ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. എത്രയും നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യണോ എൻ്റെ വീഡിയോസിനെ കൂടെ കമൻറ്റ് ചെയ്യണോ ലൈക്ക് ചെയ്യണോ അത്രയും എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് റീഡിങ്സും നിങ്ങൾക്ക് കൂടുതൽ റെസൊനേറ്റ് ആവും. അങ്ങനെ നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ലാച്ചാൽ എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിൻ്റെ ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ്റെ കൂടെ അവിടെ ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാം. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ വീഡിയോയിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, ഔട്ട്കം, ആക്ഷൻ, അതൊക്കെ നമ്മൾ ഈ വീഡിയോയിലാണ് കവർ ചെയ്യാൻ പോണത്. അപ്പോൾ എൻഡ് വരെ ഈ വീഡിയോനെ കാണുക. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ വീഡിയോയിലേക്ക് ചെല്ലാം. അപ്പോൾ അക്വേറിയസ്, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ആദ്യം നിങ്ങളുടെ ഓവറോൾ എനർജി ഈ സമയത്ത് 8 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജി ഏസ് ഓഫ് വോൺസ് ആണ്, പക്ഷെ റിവേഴ്സിലാണ് ഏസ് ഓഫ് വോൺസ്. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, നിങ്ങളെ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷൻ എന്താണ്? കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ് കറണ്ട് സിറ്റുവേഷൻ. അപ്പോൾ അക്വേറിയസ്, ഇവിടെ ഞാൻ കാണുന്നത് 8 ഓഫ് കപ്സ്. നിങ്ങളൊരു സിറ്റുവേഷനിൽ ഹാപ്പി അല്ല. ഈ സിറ്റുവേഷന് വിടാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യണത്, ഓരൽസ് മേ ബി ഓൾറെഡി നിങ്ങൾ വിട്ടുണ്ട്, നിങ്ങൾ സെപ്പറേറ്റ് ആയി, ഇവിടെ ഒരു എൻഡിങ് ഉണ്ട്. പക്ഷെ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എനിവേ ഇമോഷണലി ഇപ്പോൾ അത്ര ഇൻവെസ്റ്റഡ് അല്ല. നിങ്ങൾക്ക് തോന്നുന്നത് ഇപ്പോൾ ഇത് കാട്ടിലും ഒരു ബെറ്റർ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരും. ആൻഡ് നിങ്ങൾ ഇത് കാട്ടിലും ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നാണ് നിങ്ങളുടെ എനർജി പറയണത്. ഈ പേഴ്സന്റെ എനർജി ഏസ് ഓഫ് വോൺസ് റിവേഴ്സിലാണ്. ഏസ് ഓഫ് വോൺസ് അപ്രൈറ്റ് ആവുമ്പോൾ ഇതൊരു പാഷനറ്റ് എനർജിയാണ്, പാഷന്റെ ബിഗിനിങ്, ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ്ങിന്റെ എനർജിയാണ്. പക്ഷെ ഇത് റിവേഴ്സിലാവുമ്പോൾ ഇതൊരു ലാക്ക് ഓഫ് പാഷൻ ആണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ, ഈ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് അത്ര പാഷൻ ഇല്ല, അവർ ആക്ഷൻ എടുക്കണില്ല, വേണ്ട മാതിരി കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യണില്ല. ഇല്ലച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവണില്ല ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഫീലിങ്സ് ഉണ്ടോ ഇല്ലയെന്ന്. മേ ബി നിങ്ങളുടെ ഇൻറ്റിമസിയും കുറവായിരിക്കും. അപ്പോൾ അതും ഒരു ഫാക്ടറാണ് ഇവിടെ. കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ് നിങ്ങളുടെ രണ്ടാളുടെയും സിറ്റുവേഷൻ, കറന്റ് സിറ്റുവേഷൻ. അപ്പോൾ മേ ബി ജോലി കാരണം നിങ്ങൾ രണ്ടാളും അത്ര സമയം കിട്ടുന്നുണ്ടാവില്ല. ഓരൽസ് മേ ബി ഒരു പേഴ്സൺ ഇവിടെ കുറെ വർക്കഹോളിക് ആയിരിക്കാം, കുറെ വർക്ക് ഒബ്സെസ്ഡ് എനർജിയാണ് ഇവിടെ. അപ്പോൾ അക്വേറിയസ്, നമ്മൾക്ക് ഇതിൻ്റെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം. ഈ കിങ് ഓഫ് പെന്റിക്കിൾസ് ആരാണ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ആവാം. ഈ കിങ് ഓഫ് പെന്റിക്കിൾസ് ടോറസ് എനർജിയാണത്. അപ്പോൾ ഈ കിങ് ഓഫ് പെന്റിക്കിൾസ് എന്തുകൊണ്ടാണ് ഇവിടെ കറന്റ് സിറ്റുവേഷൻ? ടവർ. അപ്പോൾ ഡെഫിനറ്റ്ലി എന്തോ ഇവിടെ ഒരു വലിയ റെവലേഷൻ ഉണ്ടായിട്ടുണ്ട്, ഒരു വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്, ഒരു വലിയ എന്തോ നിങ്ങൾക്ക് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, നിങ്ങൾക്ക് എന്തോ അറിഞ്ഞു, എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടി. ആൻഡ് അതിൻ്റെ കാരണമാണ് ഇവിടെ ഒരു എൻഡിങ് ഞാൻ കാണുന്നത്. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ എനർജിയും കാണാണ്ട്. മേ ബി ഈ സിറ്റുവേഷനിൽ മേ ബി നിങ്ങളുടെ സൈഡിൽ, നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടായോണ്ടായിരിക്കാം ഈ എൻഡിങ് ഉണ്ടായ. അപ്പോൾ ഈ ടവർ സ്കോർപിയോ എനർജി എന്താണ് ഇവിടെ? 2 ഓഫ് വോൺസ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ രണ്ടാളും ഒരു ക്രോസ് റോഡ്സിലാണ്. എന്താ വേണ്ടേ, എങ്ങനെയാ, എന്താ ചെയ്യണ്ടേ അറിയാണ്ട് ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതുവരെ മൂവ് ഔട്ട് ചെയ്തില്ല, ഇതുവരെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടില്ല. പക്ഷെ അത് നിങ്ങളുടെ മനസ്സിലുണ്ട്, സെപ്പറേറ്റ് ആവണം എന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ. നിങ്ങൾ ഹാപ്പി അല്ല ഈ സിറ്റുവേഷനിൽ. അപ്പോൾ ഈ 8 ഓഫ് കപ്സ് ഇവിടെ എന്താണ്? പേജ് ഓഫ് സോഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ എന്തോ ഒരു ഇൻഫർമേഷൻ പുറത്തു വന്നു, നിങ്ങൾ എന്തോ അറിഞ്ഞു. ആൻഡ് ഈ ഇൻഫർമേഷൻ്റെ കാരണമാണ് നിങ്ങളിപ്പോൾ ഈ സിറ്റുവേഷന് പുറത്തു വരാൻ നോക്കണത്. ഈ ഇൻഫർമേഷൻ 9 ഓഫ് പെന്റിക്കിൾസിൻ്റെ ഇവിടെ ആരോ ഈ റിലേഷൻഷിപ്പിൽ ഒരു സിംഗിൾ പേഴ്സൺ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നത്. കുറെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, ഒരു ഫീലിങ്സ് ഇല്ല, ഒരു കണക്ഷൻ ഇല്ലാത്ത മാതിരി ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ എനർജി നിങ്ങൾ വിഡ്രോ ചെയ്തു എന്നുവെച്ചാൽ എവിടെയോ ഇവിടെ എന്തോ ശരിയല്ല എന്ന് നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഈ പേഴ്സന്റെ എനർജി ഏസ് ഓഫ് വോൺസ് റിവേഴ്സിൽ എന്തുകൊണ്ടാണ്? വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് 7 ഓഫ് കപ്സ്. ഈ പേഴ്സന്റെ വേറെ ഓപ്ഷൻസും ഉണ്ട്. അവർ കുറെ ടെംപ്ടേഷൻസ് ഉണ്ട്. ഒരു ഡിസ്ട്രാക്റ്റഡ് മൈൻഡാണ്. മേ ബി അവരുടെ വേറെ ഓപ്ഷൻസും ഉണ്ട്. അതുകൊണ്ടുമാണ് ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ കുറെ ഒരു കമ്മിറ്റഡ് മാതിരി അല്ല, ഇവിടെ ഒരു ഇല്യൂഷനിലാണ് ഈ പേഴ്സൺ. പക്ഷെ വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ടായോണ്ട് ഈ വീൽ ഓഫ് ഫോർച്യൂൺ ആക്ച്വലി ഒരു പോസിറ്റീവ് കാർഡാണ്. മേ ബി നിങ്ങൾ രണ്ടാളും കുറെ ആയി ഒരു പറഞ്ഞ ഈ റിലേഷൻഷിപ്പിന് കുറെ സമയമായിട്ടുണ്ടാവും. പറഞ്ഞ നിങ്ങൾ രണ്ടാളും കുറെ സമയമായിട്ട് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു. ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ എനിവേ ഇപ്പോ ഈ പേഴ്സൺ കുറെ ഫ്ലേർട്ടിങ് എനർജിയിലാണ്. അവർ മൂവ് ഓൺ ചെയ്യാനാണ് നോക്കുന്നത് ഓൾറെഡി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ചാലഞ്ച്? നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്താണ് ആക്ച്വൽ പ്രോബ്ലം? എന്താണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് 5 ഓഫ് കപ്സ്, ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് കിങ് ഓഫ് സോർഡ്സ്. ഇത് അക്വേരിയസ് എനർജി തന്നെയാണ്. അവർക്ക് തോന്നുന്നത് നിങ്ങൾ കുറെ കോൾഡ് ഡിറ്റാച്ച്ഡ് ആണ്, പ്രാക്ടിക്കൽ ആണ്, ഇമോഷണൽ അല്ല. ആൻഡ് ഈ പേഴ്സന്റെ എനർജി 4 ഓഫ് കപ്സ് ആണ്. അപ്പൊ ഈ പേഴ്സൺ ഡിസ്ഇൻട്രസ്റ്റഡ് ആണ്. ഇങ്ങനത്തെ പറഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി ഇമോഷൻസ് വേണം മേ ബി. ഓറൽസ് നിങ്ങൾ രണ്ടാളുടെയും എനർജി പറഞ്ഞ റിലേഷൻഷിപ്പ് അത്രയും സ്ട്രെയിൻ ആയിപ്പോയി. ആൻഡ് അതുകൊണ്ടാണ് ഈ പേഴ്സൺ കുറെ ബോർഡായി ഫീൽ ചെയ്യണത്. ഈ നിങ്ങളുടെ എനർജിയും കുറെ ഡിറ്റാച്ച്ഡ് ആണ്. നിങ്ങളുടെ ചാലഞ്ച് 5 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ എന്തോ പാസ്റ്റിന്റെ കാര്യം ഓർത്തിട്ട് നിങ്ങൾക്ക് അത് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഓൾറെഡി ഇതൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്യണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇതിനെ ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. ഇവിടെ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ്? നിങ്ങൾക്ക് അഡ്വൈസ് 7 ഓഫ് വോൺസ് ആണ്. ഈ പേഴ്സന്റെ അഡ്വൈസ് എന്താണ്? ഈ പേഴ്സന്റെ അഡ്വൈസ് 3 ഓഫ് പെന്റിക്കിൾസ് ആണ്. അപ്പൊ നിങ്ങളുടെ അഡ്വൈസ് എന്താ വെച്ചാൽ നിങ്ങളോട് ഇവിടെ യൂണിവേഴ്സ് ഫൈറ്റ് ചെയ്യാനാണ് പറയണത്. ഈ ബ്ലോക്സ് ഒക്കെ ഫൈറ്റ് ചെയ്യുക. മേ ബി ഈ സിറ്റുവേഷൻ അത്രയും ഒരു ലോസ്റ്റ് കോസ് അല്ല. നിങ്ങൾക്ക് വേണച്ചാൽ ഈ സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വരുത്താം. ഈ സിറ്റുവേഷനിൽ ഒരു റിന്യൂവൽ ഉണ്ടാവാം. ഓർ എൽസ് അത് വേണ്ടാച്ചാൽ മേ ബി നിങ്ങൾക്ക് ആ ജഡ്ജ്മെന്റ് കോൾ എടുക്കേണ്ടി വരും. എന്നുവെച്ചാൽ ഇവിടെ ജഡ്ജ്മെന്റ് ഉണ്ട്. പക്ഷെ അതുകൊണ്ട് ഈ ഡിസിഷൻ നിങ്ങളുടെയാണ്. നിങ്ങൾക്ക് വേണച്ചാൽ ഈ റിലേഷൻഷിപ്പിനെ റിവൈവ് ചെയ്യാം. അത് അല്ലാച്ചാൽ നിങ്ങൾക്ക് വാക്ക് അവേ ചെയ്യാം. പക്ഷെ ആ ജഡ്ജ്മെന്റ് നിങ്ങൾക്കാണ് എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റേ ചെയ്യാൻ ഡിസൈഡ് ചെയ്തു വെച്ചാൽ ഇതിൽ കുറെ ബ്ലോക്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഇവിടെ ഒരു റിയലിസ്റ്റിക് അപ്രോച്ചാണ് ഞാൻ തരണത്. ഈ പേഴ്സന്റെ അഡ്വൈസ് 3 ഓഫ് പെന്റിക്കിൾസ് ആണ്. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് എന്താ വെച്ചാൽ യൂണിവേഴ്സ് അവരോട് നിങ്ങളുടെ പേഴ്സണോട് കുറച്ചുകൂടിയും എഫേർട്ട് ഇടാനാണ് പറയണത്. ഈ റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടിയും എനർജി, എഫേർട്ട്. ക്വീൻ ഓഫ് പെന്റിക്കിൾസ്, കുറെ പെന്റിക്കിൾ എനർജി ഉണ്ട് ഇവിടെ. ഇവിടെ തേർഡ് പാർട്ടി ഡെഫിനറ്റ്ലി ഉണ്ട്. ആൻഡ് കിങ് ഓഫ് പെന്റിക്കിൾസും ക്വീൻ ഓഫ് പെന്റിക്കിൾസും ഒരു ഡിവൈൻ മാച്ച് ആണ്. അപ്പൊ ഈ പേഴ്സൺ ആക്ച്വലി ഈ തേർഡ് പാർട്ടീനെയാണ് ഒരു ഡിവൈൻ മാച്ച് ആയിട്ട് കാണുന്നത്. സിക്സ് ഓഫ് വോൺസ്. അപ്പൊ 6 ഓഫ് വോൺസ് ഒരു വിക്ടറിയുടെ എനർജിയാണ്, ഒരു സെലിബ്രേഷന്റെ എനർജിയാണ്. അപ്പോ ഇവിടെ നിങ്ങളുടെ ഇന്റൻഷൻസ് എന്താണ്? ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ പ്ലാൻ ചെയ്യണേ? ഫ്യൂച്ചറിൽ 10 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വേണമെന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് നിങ്ങളുടെ എനർജി കുറെ ഇംബാലൻസ്ഡ് ആണ്. നിങ്ങളുടെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഈ പേഴ്സന്റെ കൂടെ ഒരു ഫാമിലി ഉണ്ടെച്ചാ ഈ സമയത്ത് നിങ്ങൾ കുറെ ഇംബാലൻസ് ആണ് ഫീൽ ചെയ്യണത്. പക്ഷെ നിങ്ങൾക്ക് ഇത് ബാലൻസ് ചെയ്യണം എന്നുണ്ട്, ഹീൽ ചെയ്യണം എന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം എന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത്. ഈ പേഴ്സന്റെ ഫ്യൂച്ചർ എന്താണ്? ഇന്റൻഷൻസ് ഈ പേഴ്സന്റെയും സ്റ്റാർ ആണ്. അക്വേറിയസ് എനർജി നിങ്ങളുടെ എനർജി. 3 ഓഫ് വോൺസ്. അവർക്കും ഇതിനെ ഹീൽ ചെയ്യണം എന്നുണ്ട്. പക്ഷെ അവരുടെ സൈഡിൽ നിന്ന് ഇത് കംപ്ലീറ്റ്ലി കഴിഞ്ഞു, ഓവർ. അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. എന്നുവെച്ചാൽ 10 ഓഫ് സോർഡ്സ് ഒരു ബിട്രിയൽഡ് എനർജിയാണ്. ഓക്കെ, അവര്
ഇതർ അവരാണ് നിങ്ങളെ ബിട്രേ ചെയ്ത് ഓറൽസ് നിങ്ങളാണ് ഇവരെ ബിട്രേ ചെയ്തത്. പക്ഷെ എന്തായാലും ഇവിടെ അവർക്ക് ഹീൽ ചെയ്യണം, അവർക്ക് മുമ്പോട്ടാണ് പോകേണ്ടത്. എന്നുവെച്ചാൽ അവരുടെ സൈഡിൽ നിന്ന് ഈ റിലേഷൻഷിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ ഇതിൽ വേറെ ഒരു പ്രോഗ്രസ് ഉണ്ടാവാൻ വഴിയില്ല. നിങ്ങളുടെ സൈഡിൽ ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്നുണ്ടെന്ന് അവിടെ ഇങ്ങനെ ഒരു സംശയം ഉണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന്. അപ്പൊ എന്തായിരിക്കും ആക്ഷൻ? നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ടോ? നിങ്ങൾ ഈ ഡിഫിക്കൾട്ട് സമയത്തിന് കുറച്ച് സെപ്പറേറ്റ് ആവാൻ നോക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് സ്റ്റെബിലിറ്റിയുടെ ഡയറക്ഷനിലേക്കാണ് പോണത്. മേ ബി ആ സമയത്താണ് നിങ്ങൾ ഈ പേഴ്സണെ അപ്രോച്ച് ചെയ്യുക. ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും. നിങ്ങൾ ഇതിനെ സോർട്ട് ഔട്ട് ചെയ്യാൻ ട്രൈ ചെയ്യും. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ കാണുന്നുണ്ട് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വരും. ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് എന്തായിരിക്കും ആക്ഷൻ? ഈ പേഴ്സൺ ക്വീൻ ഓഫ് വാൻഡ്സിന്റെ എനർജിയിലാണ്. ആൻഡ് ടു ഓഫ് സോർഡ്സ്, മൂൺ. ഇവരുടെ സൈഡിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര ഒരു കൺഫർമേഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇവർ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. അവർ ഷുവർ അല്ല ഇത് വർക്ക്ഔട്ട് ചെയ്യുമെന്ന്. കുറേയൊക്കെ അവരുടെ ഫീലിങ്സും അവർ ഒളിപ്പിച്ചിട്ടാണ് വെക്കണേ. ഡിസ്ക്ലോസ് ചെയ്യണില്ല, എക്സ്പ്രസ് ചെയ്യണില്ല. അവരെ ക്രോസ് റോഡ്സിലാണ്, ഷുവർ അല്ല. പിന്നെ ഇവിടെ ഒരു ക്വീൻ ഓഫ് വാൻഡ്സ് ഉണ്ട്. ഇത് ഒരു വേറെ പേഴ്സന്റെ എനർജിയാണ് ആദ്യം. അപ്പോൾ മേ ബി ഇവർ മൂവ് ഓൺ ചെയ്യാനും ട്രൈ ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്തായിരിക്കും ഔട്ട്കം ഈ റിലേഷൻഷിപ്പിന്റെ? ഔട്ട്കം നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആൻഡ് നൈറ്റ് ഓഫ് സോർഡ്സ്. അപ്പോൾ രണ്ട് നൈറ്റ്സ് ഉണ്ട് ഇവിടെ. ഒരു സ്ലോ മൂവിങ് എനർജിയാണ്, മറ്റേത് ഒരു ക്വിക്ക് മൂവിങ് ഫാസ്റ്റ് മൂവിങ് എനർജിയാണ്. 7 ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സ് ആണ് ഇവിടെ. ആൻഡ് 7 ഓഫ് സോർഡ്സ് ഉണ്ട് ഇവിടെ. അപ്പൊ എവിടെയോ അക്വേരിയസ് നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ പറഞ്ഞാൽ നിങ്ങളെ തിരിച്ചു വരാനാണ് നോക്കണത്. ഈ സിറ്റുവേഷന് പറഞ്ഞാൽ ഈ പേഴ്സന്റെ കൂടെ തിരിച്ച് റീകൺസൈൽ ചെയ്യാനാണ് ട്രൈ ചെയ്യുക. പക്ഷെ എവിടെയോ നിങ്ങൾ റിയാലിറ്റി ചെക്കില്ല. നിങ്ങൾക്ക് എന്തോ നിങ്ങൾ ഡിസ്കണക്റ്റഡ് ആണ് റിയാലിറ്റിയുടെ സൈഡിന്. എന്നുവെച്ചാൽ ഇവിടെ റിയാലിറ്റി എന്താ വെച്ചാൽ ഇവിടെ ഈ സിറ്റുവേഷൻ ഒരു പേഴ്സൺ ഓൾറെഡി വാക്ക് അവേ ചെയ്തിരിക്കണം. അപ്പൊ ഇതിൽ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഒരു ചാൻസ് ഉണ്ട്, ഒരു സ്കോപ്പ് ഉണ്ട്. ഈ പേഴ്സൺ ആണ് നിങ്ങളെ തേർഡ് പാർട്ടിയിൽ ഇട്ടുവെച്ചാൽ അതൊരു റെഡ് ഫ്ലാഗും ആണ്. നിങ്ങൾ അതിനെ ഇഗ്നോറും ചെയ്യണ്ട. പറഞ്ഞാൽ ഈ പേഴ്സന്റെ എത്രയും കുറ്റങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ ഈ പേഴ്സണെ തിരിച്ചെടുക്കാനാണ് നോക്കണത്. അത് മാത്രമല്ല ഇവിടെ കുറെ ഒരു വെർബൽ ഫൈറ്റ്സ് ഉണ്ട്. ആരോ ഇവിടെ പറയണത് കാര്യമല്ല ചെയ്യണത്. ആൻഡ് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ രണ്ടാളുടെയും എനർജിയും ഡിഫറെന്റ് ആണ്. ഒരു പേഴ്സൺ കുറെ സ്റ്റാഗ്നന്റ് ആണ്, മറ്റേ പേഴ്സൺ വേഗം വേഗം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം, ഒരു ഹറിയിലാണ്. ഓക്കെ, അപ്പോൾ അതും ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ് ഞാൻ കാണുന്നത്. എനിവേ ജസ്റ്റിസ് ഉണ്ട് ഇവിടെ. ഇതൊരു മാരിഡ് സിറ്റുവേഷൻ ആയിരിക്കാം, പക്ഷെ ഫെയർനെസ്സിന്റെ എനർജിയാണ്. ഇതൊരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അക്വേരിയസ് ഇവിടെ ഒരു കൺക്ലൂഷൻ ഉണ്ടാവും. എന്നുവെച്ചാൽ ഇതൊരു ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ആണ്. എല്ലാം എനിക്കൊരു ന്യൂ ബിഗിനിങ്ങിലേക്കാണ് കാണിക്കണത്, ഡയറക്റ്റ് ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് ആണ് പറയണത്. ഈ പേഴ്സന്റെ കൂടെ റീകൺസിലിയേഷൻ ഉണ്ടാവാൻ ഡിഫിക്കൾട്ടാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇവിടെ കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരാൻ പോകുന്നുണ്ട്. ഈ സിറ്റുവേഷൻ കുറെ ഇംബാലൻസ്ഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അക്വേരിയസ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കൊരു ഒറക്കിൾ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കണം എന്നുണ്ട്, ഞാൻ ഓൾമോസ്റ്റ് മറന്നു. അപ്പോൾ ഒറക്കിൾ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യു ആർ റെഡി. അപ്പോൾ ഇവിടെ യൂണിവേഴ്സും അതാണ് പറയണത്, നിങ്ങൾ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാണ്. നിങ്ങളുടെ മനസ്സിൽ പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടാച്ചാൽ മൂവ് ഓൺ ചെയ്യാൻ അതിനും നിങ്ങൾ റെഡിയാണ്. അബണ്ടൻസ്, നിങ്ങളുടെ ലൈഫിൽ കുറെ അബണ്ടൻസ് വരാൻ പോകുന്നുണ്ട്, പുതിയ ബിഗിനിങ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അക്വേരിയസ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ മാതിരി പ്രൈവറ്റ് ബുക്കിംഗ്സിന് ഓപ്പൺ ആണ്. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ ചെയ്യുക, വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, ക്ലിക്ക് ചെയ്യുക, ചാറ്റ് ചെയ്യേണ്ട കൂടെ വേഗം ചെയ്യാന്ന് വെച്ചാൽ ലിമിറ്റഡ് സെഷൻസേ ഉള്ളൂ ഇപ്പോൾ ബാക്കി. അപ്പോൾ അത്ര സെഷൻസ് ഇല്ല.
അപ്പോൾ വേഗം ബുക്കിംഗ്സ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.